ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം വളരെ ഞെട്ടലോടെയും ദുഃഖത്തോടെയും കേട്ട വാർത്തയായിരുന്നുവല്ലോ കഴിഞ്ഞയാഴ്ച സെപ്റ്റംബർ മാസം 10 അമേരിക്കയിൽ നടന്നതായ ആ ഒരു വലിയ കൊലപാതകം, പ്രിയ ചാർലി കിർക്കിൻ്റെ കൊലപാതകം. നമുക്കേവർക്കും ദുഃഖം തോന്നും. കാരണം അമേരിക്കയുടെ ചരിത്രത്തെ മാറ്റി എഴുതുവാൻ, അത് ഏറ്റവും നല്ല ചരിത്രമാക്കി മാറ്റി എഴുതുവാൻ ദൈവം കരങ്ങളിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു യൗവനക്കാരൻ. അമേരിക്കക്കാർക്ക് മാത്രമല്ല, ലോകമെമ്പാടുമുള്ളവർക്ക് അതൊരു ദുഃഖമായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെ. 1993 ചാർലി ജെയിംസ് കിർക്ക് ഷിക്കാഗോയിലെ ഒരു ചെറിയ നഗരത്തിൽ ജനിച്ച കാലം മുതൽ വളരെ പ്രത്യേകതയുള്ളതായ ഒരു കുട്ടിയായിരുന്നു. വിദ്യാഭ്യാസത്തിലും പോരാ തൻ്റെ കുടുംബത്തിലും തൻ്റെ മാതാപിതാക്കളുടെ മധ്യത്തിലും എല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞായി, ഒരു യുവാവായി അദ്ദേഹം വളർന്നു. വളരെ മൂല്യാധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും ക്രിസ്തുവിൻ്റെ മഹത്വത്തിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുകയും യേശുക്രിസ്തുവിൻ്റെ വേലയ്ക്ക് വേണ്ടി തന്നെ സമർപ്പിക്കുകയും അങ്ങനെ ക്രിസ്തു കേന്ദ്രീകൃതമായ പ്രകാശമാകുന്ന ക്രിസ്തു അത് ഹൃദയത്തിൽ നിറഞ്ഞ് ആ നിറവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ഉപദേശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന ഒരു രജത താരമായിരുന്നുവല്ലോ ചാർലി കിർക്ക്. എന്നാൽ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ മാറിയോ? മാറിയില്ല, മാറുകയുമില്ല. യോഹന്നാന്റെ സുവിശേഷം 1-5 വാക്യം പറയുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. എക്കാലത്തും വെളിച്ചം ഇരുളിലാണ് പ്രകാശിക്കുന്നത്. അതേ, അമേരിക്കയിൽ അനേകം യൗവന തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും ഡ്രഗ്സിനും എല്ലാം അടിമപ്പെട്ട് നിരാശയിൽപ്പെട്ട് മ്ലേച്ഛകരമായ ജീവിതം നയിച്ച് അസാൻമാർഗിക ജീവിതം നയിച്ച് പോയിക്കൊണ്ടിരുന്നതിൻ്റെ ആ അന്ധകാരത്തിൻ്റെ മധ്യത്തിൽ ഒരു വെള്ളി നക്ഷത്രമായി തിളങ്ങിക്കൊണ്ടിരുന്ന പ്രിയ ചാർലി കിർക്ക്. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹം തൻ്റെ യൗവനകാലത്തിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു എന്ന് ഞാൻ വായിക്കുകയുണ്ടായി. ഹി ഓഫൻ സെഡ്, ലെറ്റ് ജീസസ് ക്രൈസ്റ്റ് ബി ദി ചെയർമാൻ ഓഫ് ദ ബോർഡ് ഓഫ് യുവർ ലൈഫ്. യേശുക്രിസ്തുവിനെ നമ്മുടെ ജീവിതമാകുന്ന ബോർഡ് എന്ന് പറഞ്ഞാൽ ഡയറക്ടേഴ്സ് എല്ലാം കൂടുന്ന ബോർഡ്, ആ ബോർഡിൻ്റെ ചെയർമാനായി യേശുക്രിസ്തുവിനെ വാഴിക്കണമെന്ന്, യേശുക്രിസ്തുവിനെ അനുവദിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അത് വളരെ നിർണായകവും വളരെ പ്രസക്തവുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചത് യേശുക്രിസ്തു പറഞ്ഞ ജീവിത മൂല്യങ്ങൾ നിറഞ്ഞ സന്ദേശങ്ങളായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചുരുങ്ങിയ കാലം കൊണ്ട് അമേരിക്കയിലുള്ള ജനതയെ, പ്രത്യേകിച്ച് യൗവനക്കാരെ സ്വാധീനിച്ച ആ വെള്ളി നക്ഷത്രം അണഞ്ഞുപോയി എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം ഈ ഭൂമിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാറ്റപ്പെട്ടുവെങ്കിലും അദ്ദേഹം പറഞ്ഞ സത്യം, അദ്ദേഹം ഉയർത്തിയ ക്രിസ്തു എന്നും ജീവിക്കുന്നു. അദ്ദേഹം പറഞ്ഞതായ ആ വെളിച്ചത്തിൻ്റെ വാക്കുകൾ, അമേരിക്കൻ യൗവനക്കാരുടെ ഹൃദയത്തെ സ്വാധീനിച്ച വാക്കുകൾ ഇന്നും നിലനിൽക്കുന്നു. അത് ഇനിയും വളരും. ഒരു സ്തേഫാനോസ് മരിച്ചു. അതെ, ശൗലന് നേതൃത്വം കൊടുത്തു, കല്ലെറിഞ്ഞു കൊന്നു സ്തേഫാനോസിനെ. പക്ഷേ ഒരു സ്തേഫാനോസ് മരിച്ചു എന്നുള്ളത് കൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷം തീരുന്നില്ല. യേശുക്രിസ്തുവിന്റെ സുവിശേഷം മറയുന്നില്ല, മായുന്നില്ല. ആ സ്തേഫാനോസിന്റെ മരണം, അതിനോട് ചേർന്ന് ശൗല് ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് എഴുന്നേറ്റ് വരുന്നു, അപ്പോസ്തലനായിത്തീരുന്നു. കർത്താവിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട് കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായവനായി ഓടി. ആ ഒരു പൗലോസ് അപ്പോസ്തലൻ മുഖാന്തരം അനേകായിരങ്ങൾ രക്ഷയിലേക്കും
ആത്മ തേജസ്സിലേക്ക് നിറവിലേക്ക് വരുവാൻ ഇടയായി. അതേ പ്രിയപ്പെട്ടവരെ, ഒരാളെ തീർത്തു എന്നുള്ളതുകൊണ്ട് സുവിശേഷം തീരുന്നില്ല, ക്രിസ്തുവിന്റെ പ്രവർത്തനം തീരുന്നില്ല. നിങ്ങളൊന്ന് ചിന്തിക്കൂ, അദ്ദേഹത്തിന്റെ ജീവിതം തീർന്നോ? തീർന്നില്ലെന്ന് ഞാൻ പറയും. അത് ഇനിയും വരും കാലങ്ങളിൽ, വരും ദിവസങ്ങളിൽ അമേരിക്കൻ ജനതയെ സ്വാധീനിക്കുകയും അമേരിക്കൻ യുവാക്കൾ മധ്യത്തിൽ ഇനിയും വലിയൊരു ഉണർവ് കൊണ്ടുവരികയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇരുളിനെ പിടിച്ചടക്കാൻ കഴിയുന്നതല്ല ഇത്തരുണത്തിലുള്ളതായ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ടുള്ളതായ ദൈവവേല. അദ്ദേഹം ക്രിസ്തുവിനെ സ്നേഹിച്ചു, ക്രിസ്തുവിന്റെ വചനത്തെ സ്നേഹിച്ചു. അദ്ദേഹം ലജ്ജയില്ലാതെ കർത്താവിന്റെ സുവിശേഷം പറഞ്ഞു. അദ്ദേഹത്തിന് അല്പം പോലും ലജ്ജയുണ്ടായിരുന്നില്ല. പബ്ലിക് സ്ഥലങ്ങളിൽ, യൂണിവേഴ്സിറ്റികളിൽ, യുവാക്കളുടെ മധ്യത്തിൽ, കോളേജ് ക്യാമ്പസുകളിൽ അദ്ദേഹം ലജ്ജയില്ലാതെ യേശുവിനെ ഉയർത്തി. യേശുവിന് വേണ്ടി ധൈര്യത്തോടെ അദ്ദേഹം യേശു ക്രിസ്തുവിനെതിരായി പറയുന്നവരോടും ക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ഉയർത്തി പറഞ്ഞു. എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഒരു സ്തേഫാനോസ് കടന്നുപോയി എന്നുള്ളതുകൊണ്ട് ദൈവ ചരിത്രം, ക്രിസ്തീയ വിശ്വാസ ചരിത്രം തീരുന്നില്ല. ആ ചരിത്രം കൂടുതൽ ശക്തിയുള്ളതാകും. നാം നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമുക്കും പ്രിയനായിരുന്നു എന്ന് പറയാം. അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട എന്ന് കേട്ടപ്പോൾ ഹൃദയത്തിൽ എവിടെയൊക്കെയോ ഒരു ദുഃഖം, ഒരു സങ്കടം, ഒരു മ്ലാനത ഞാൻ അനുഭവിച്ച സത്യമാണത്. കർത്താവിന്റെ സ്തോത്രം, ദൈവനാമത്തെ. കാരണം അദ്ദേഹം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനായിരുന്നു. ഞങ്ങൾക്ക് കർത്താവ് തന്ന ഒരു എളിയ വിശ്വാസം അനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാരെങ്കിലും ഈ ഭൂമിയുടെ കോണിലുണ്ടെങ്കിൽ അവരേറ്റവും പ്രിയപ്പെട്ടവരാണ് ഞങ്ങൾക്കെന്ന്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായ അവർ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരും രക്തബന്ധമുള്ളവരാണെന്ന് വിശ്വസിക്കുന്നവരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജെയിംസ് ക്രിക്കിന്റെ ആ മരണം അത് ഹൃദയത്തിൽ അല്പം അല്ലാത്ത സങ്കടം കൊണ്ടുവന്നു. എങ്കിലും അദ്ദേഹം പ്രത്യാശയുടെ തീരത്ത് രാജാവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ അണഞ്ഞു എന്നുള്ള വിശ്വാസം, ആ ഒരു പ്രത്യാശ വരുമ്പോൾ മരണത്തിന്റെ ദുഃഖം ഞങ്ങളിൽ നിന്ന് അകറ്റിക്കളയുന്നു. ഞങ്ങളിൽ നിന്ന് മാത്രമല്ല, അനേകരിൽ നിന്നും. അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യ എത്രയോ സത്യത്തോടെ പറഞ്ഞു, എത്രയോ പ്രാഗൽഭ്യത്തോടെ പറഞ്ഞു, എൻ്റെ പ്രിയ ഭർത്താവ് ഉയർത്തിപ്പിടിച്ച സത്യത്തെ ഞാനും ഇനി ഉയർത്തിപ്പിടിക്കുമെന്ന് ധൈര്യത്തോടെ ആ ധീര വനിത പറയാനിടയായി. അതേ പ്രിയരെ, നമുക്കും ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വെളിച്ചത്തെ മാറ്റാൻ ഇരുളിന് കഴിയുകയില്ല. എത്രമാത്രം ഇരുളിന്റെ അന്ധകാരം ഉയർന്നു വന്നാലും ഇതാ വെളിച്ചം വരുമ്പോൾ ഇരുള് സ്പോണ്ടേനിയസ് ആയി മാറ്റപ്പെടുന്നത് പോലെ ജീവനുള്ള ക്രിസ്തുവിന്റെ വചനം, ക്രിസ്തുവിനെ അനുഭവിച്ചുകൊണ്ടും ക്രിസ്തുവിൽ ആശ്രയിച്ചുകൊണ്ടും ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ടും ആ പ്രിയ യൗവനക്കാരൻ പറഞ്ഞ വാക്കുകൾ അമേരിക്കയുടെ മണ്ണിൽ മാത്രമല്ല, അമേരിക്കയുടെ അന്തരീക്ഷത്തിൽ അത് പ്രകമ്പനം കൊള്ളിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർന്നിട്ടില്ല, ജെയിംസ് കിർക്ക് തീർന്നിട്ടില്ല. അദ്ദേഹം ഇന്നും അമേരിക്കൻ യുവാക്കളുടെ ഹൃദയത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള അനേകം രാജ്യങ്ങളിൽ ജീവിക്കുന്ന അനേകം യുവാക്കളുടെ മാത്രമല്ല, അനേകം മനുഷ്യ ജീവിതത്തിൽ സ്വാധീനമുള്ള ഒരു വ്യക്തിയായി, ഹല്ലേലൂയ, ക്രിസ്തുവിനെ ഉയർത്തിപ്പിടിച്ച ഒരു വ്യക്തിയായി എന്നും സ്മരിക്കുമെന്നതിന് സംശയമില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും അത്രമാത്രം അമേരിക്കയുടെ മണ്ണിൽ, അമേരിക്കൻ ജനതയിൽ സ്വാധീനം ചെയ്തെന്നറിയാമോ? വലിയ അന്ധകാരത്തിന്റെ മധ്യത്തിൽ യൗവന തലമുറ അന്ധകാരത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ മധ്യത്തിൽ അദ്ദേഹം എഴുന്നേറ്റെന്ന് പറഞ്ഞ ആ ദൈവത്തിന്റെ വചനം, ആ സാക്ഷ്യ ജീവിതം, അദ്ദേഹത്തിന്റെ ധൈര്യം, ക്രിസ്തുവിനെ ഉയർത്താൻ അദ്ദേഹം കാണിച്ചതായ ആ ഒരു വലിയ മനസ്സ്, ആ ഒരു വലിയ ധൈര്യം, അത് അനേകരിലേക്ക് വെളിച്ചം പകരും. പ്രിയപ്പെട്ടവരെ, വെളിച്ചത്തെ തോൽപ്പിക്കാൻ ഇരുളിന് കഴിയുകയില്ല. ഇരുളും വെളിച്ചവും തമ്മിൽ യുദ്ധമുണ്ടായാൽ ഈ വെളിച്ചം എവിടെയെല്ലാം വന്നോ അവിടെ ഇരുള് മാഞ്ഞു പോകും. ഇരുളിന് ഒരിക്കലും വെളിച്ചത്തെ വായിക്കാൻ കഴിയുകയില്ല, എന്നാൽ വെളിച്ചത്തിന് ഇരുളിനെ കീഴടക്കാൻ കഴിയും. അതുകൊണ്ട് മാന്യ സഹോദരി സഹോദരങ്ങളെ, പ്രിയ യൗവനക്കാരെ, നിങ്ങളുടെ യൗവന ജീവിതം വെളിച്ചമാവുന്ന ക്രിസ്തുവിന് കൊടുക്കൂ. നിങ്ങൾ ഇരുളിൽ പ്രകാശിക്കുന്നവരായി തീരൂ. നിങ്ങളുടെ വെളിച്ചത്തെ പിടിച്ചടക്കുവാനോ കീഴ്പ്പെടുത്തുവാനോ ഒരന്ധകാരത്തിനും കഴിയുകയില്ല, ഒരു നിരാശയ്ക്കും കഴിയുകയില്ല, ഒരു പൈശാചിക ലോകത്തിനും കഴിയുകയില്ല എന്ന് ഉറച്ചുകൊണ്ട് വെളിച്ചത്തെ അനുധാവനം ചെയ്യുന്നവരായി, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് ക്രിസ്തു പറഞ്ഞതുപോലെ നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നമുക്കും വെളിച്ചമായി ക്രിസ്തുവിന്റെ വചനത്തെയും ക്രിസ്തുവിന്റെ ജീവിതത്തെയും ക്രിസ്തുവിന്റെ ആ വചനത്തിന്റെ ആഴത്തെയും ഉയർത്തിക്കൊണ്ട് നമുക്കും
ദൈവനാമോത്വത്തിനായി ഉള്ള ആയുസ് നമുക്ക് കർത്താവിന് വേണ്ടി ചെലവഴിക്കാം. മായുകയില്ല, മറയുകയില്ല. ഓർമ്മകളെന്നും അദ്ദേഹം കാണിച്ച ഓർമ്മകളെന്നും അനേകായിരം അല്ല, ലക്ഷക്കണക്കിന് പോരാ, കോടിക്കണക്കിന് മനുഷ്യ ഹൃദയങ്ങളിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ക്രിസ്തുവിൻ്റെ സ്വാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മക്കൾക്കും പ്രിയ ഭാര്യയ്ക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വം കൊടുക്കുവാനിടയാകട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിങ്ങളെ എല്ലാ വിധത്തിലും ആത്മീയമായും ഭൗതികമായും തൻ്റെ കൃപ കൊണ്ടും സ്നേഹം കൊണ്ടും തൻ്റെ കരുണ കൊണ്ടും നിറയ്ക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.